असतो मा सद्गमय असतो मा सद्गमय तमसो मा ज्योतिर्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय. കറുത്ത വാവ പിതൃക്കൾക്ക് ഇവിടെ വിശേഷമാണ്. ഇതും കരാറെടുത്തിട്ടുണ്ടോ അമ്മാമ? ആവോ. ബലിയിടാൻ വരുന്നവരെ ഇത്ര കാശ് കൊടുക്കണമെന്ന വല്ല വ്യവസ്ഥയും ചിലപ്പോ ഉണ്ടാവും. പോടാ, പണം ഉണ്ടാക്കാനും ഒരു ദൈവാനുഗ്രഹം ഒക്കെ വേണം. ബുദ്ധിമുട്ട് വരുമ്പോ ചെന്ന് പറയാൻ അവർ ചിലരുണ്ടല്ലോ. ശാരദ നിന്നെ മെഡിക്കൽ കോളേജ് അയക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്തെങ്കിലും തട്ടുമുട്ട് പറഞ്ഞോ അമ്മാമ? ആവോ, ഏട്ടത്തിക്കല്ലേ സത്യം അറിയും. ചേച്ചേ, ചേച്ചേ, ഡോക്ടർ സാർ വന്നു. വരൂ ചേച്ചിമ്മേ. ഒരേ മതി. തൊഴുതു നമസ്കരിക്കുക. ഈ പ്രതിമകളെടുത്ത് പുഴയിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. കോവിലമ്മയുടെ മക്കളാരും വന്നില്ല അത്രേ, അതുകൊണ്ട് ബലി ഇടണില്ല എന്ന് ഇപ്പോഴാള് വന്ന് പറഞ്ഞു. മാഷ് എന്ത് പറഞ്ഞു? മാഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി നല്ല മാർക്കുണ്ടാവുമെന്നാ പറഞ്ഞത്. കഴിയുമെങ്കിൽ കോളേജിൽ പോവുക വേണ്ടതെന്നും പറഞ്ഞു. പറയാൻ എളുപ്പമാണ്. ഹെഡ്മാസ്റ്റർ നിർബന്ധം കൊണ്ട് തന്നെയാണ് മുമ്പ്. ആ വടക്കേപ്പാട്ട് ഏത് ഡോക്ടർ വരണച്ചാ? ഓ, മരുമകനായിരിക്കും. അതെന്താ സർട്ടിഫിക്കറ്റ് ആണോ? ഞങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ, സത്യപ്രതിജ്ഞ. കുറച്ചു കഴിയുമ്പോൾ എല്ലാരും മറക്കും. ഇത് ഞങ്ങളുടെ ആചാര്യൻ. ഇത് പുറത്തു വെക്കാൻ എടുത്തേ. കൺസൾട്ടിംഗ് റൂമൊക്കെ ഉഷാർ. പക്ഷേ ദാസേട്ടനെ കൊണ്ട് നോക്കിക്കാൻ വല്ലൊരു വരുമെന്ന സംശയം. ചെക്കാ, കരുനാവുകൊണ്ട് ഓരോന്ന് പറഞ്ഞാലേ ഇതുകൊണ്ട് പുറത്തു നോക്ക്. ഗോപി, എളയനോട് പറഞ്ഞു നാളെ മുറിയിലൊരു ഗണപതി ഹോമം തുടക്കല്ലേ? ആ, ബാനി പോയി കുളിക്കേ. ഹരിദാസ് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഒരു സൗകര്യം കൊടുക്കണില്ലല്ലോ വന്നതു മുതൽ. Into whatever houses I enter, I will go into them for the benefit of the sick and will abstain from voluntary act of mischief and corruption. Corruption പാടില്ല എന്നതിൽ ഫീസ് വാങ്ങലും പെടുവോ? രാമൂട്ടി, എന്തോ? ഈ ബെഞ്ചൊക്കെ നേരെ അങ്ങോട്ട് പിടിച്ചിടുക. രോഗികൾ വന്നാ ഇരിക്കാനുള്ള. ആ തോമസ് ഡോക്ടറോട് ചോദിച്ചിട്ട് ഒരു വിധം ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. സുഹു രഘു ഒക്കെ തന്നെയായിരുന്നു മേൽനോട്ടം. പോരാത്ത എന്താച്ചാ പറഞ്ഞോളൂ. ബാക്കിയൊക്കെ സാവധാനത്തെ മതി. കല്യാണത്തിന് മുമ്പേ കയറി കുടിപാർക്ക് തുടങ്ങണല്ലേ? ആളുകൾ കളിയാക്കും. എന്റെ ഏട്ടത്തിയുടെ ഭർത്താവിന്റെ വീട് എന്ന അവകാശത്തിലല്ലേ? ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ തല്ലിയില്ലെന്നേ ഉള്ളൂ. പോടാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ ഇവിടെ.
രാജേട്ടന്റെ കല്യാണമൊന്നും? ബ്രഹ്മചര്യ നാട് നന്നാക്കുന്ന തിരക്കിൽ ഭാര്യ കുട്ടികൾ ഒക്കെ ഒരു ശല്യമാവുന്ന രാജൻ പറയുന്നത്. സുഖമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചു ഈ ഇടയ്ക്കും കൂടി. വേണ്ടാത്രേ. നോക്കട്ടെ, ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഏട്ടത്തെ എക്സാമിൻ ചെയ്തന്നാവട്ടെ. അല്ല, വടക്കേപ്പാട്ടെ സെറ്റപ്പിൽ കഴിയാൻ പാകത്തിൽ ഹാർട്ട് വല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആക്കി മാറ്റിയിട്ടുണ്ടോ നോക്കണമല്ലോ. സുഖമായിട്ട് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് മുതൽക്കാണത്രേ ഇവർക്ക് വച്ചിടി കയറ്റം. അമ്മാമ്മ പറയണ കേട്ടിട്ടുണ്ട്.